അധികാര കേന്ദ്രീകരണത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അപകടകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ പ്രഭാത് പട്നായിക്. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലത്ത് സംഘടിപ്പിച്ച കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിന്റെ അടിത്തറ തകർത്താണ് GST നടപ്പാക്കിയത്. ഇത് അവർക്ക് താൽപ്പര്യമില്ലാത്ത സംസ്ഥാന ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള അവസരമായും ഉപയോഗിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർമാരെ ഉപയോഗിച്ച് സർവകലാശാലകളെ തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും പ്രഭാത് പട്നായിക് പറഞ്ഞു. ജനങ്ങൾ ഇലക്ട് ചെയ്യപ്പെട്ട സർക്കാരിനേക്കാൾ അധികാരം അവർ സെലക്ട് ചെയ്ത ഗവർണർക്കുണ്ടെന്ന് വരുത്താനാണ് ശ്രമം. Now what has happened is the governors have really become powerful beings. They are nominees of the center. Typically they are people belonging to the RSS or people who are pliant bureaucrats. Now these people or allies of the RSS, allies of the BJP, these people who are unelected, who are handpicked by the center to head various states as governors, are now asserting their rights and saying that no, in fact, decisions have to be taken in consultation with them. They are asserting a superiority over the elected governments of the states. സംസ്ഥാന ഭരണം അട്ടിമറിക്കാനുള്ള കേന്ദ്രത്തിന്റെ വിദണ്ഡ നീക്കത്തിന്റെ വക്താക്കളാണ് ഗവർണർമാരെന്ന് സെമിനാറിൽ പങ്കെടുത്ത CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. ആ പദവി അനാവശ്യമാണെന്നാണ് CPIയുടെ പക്ഷം. വൈസ്രോയിമാരുടെ പ്രേതബാധ കൂടിയവരാണ് ഗവർണർമാരെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്ക് ഗവർണർ പദവി ആവശ്യമില്ല. വൈസ്രോയിമാരുടെ പ്രേതങ്ങളാണ് പലപ്പോഴും, പ്രേതങ്ങൾ ബാധിച്ചവരാണ് പലപ്പോഴും ഇതുപോലെ ഗവർണേഴ്സായി മാറുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻമാരാകുമ്പോൾ ആ പ്രേതബാധ എത്രമാത്രം പരിഹാസ്യമായി മാറുന്നുവെന്ന് നമ്മൾ കണ്ടറിഞ്ഞവരാണ്. നിയമനിർമ്മാണ സഭകളെ നോക്കുകുത്തികളാക്കി അധികാര കേന്ദ്രീകരണത്തിലുള്ള നീക്കം ജനാധിപത്യത്തിന് അപകടകരമാണെന്ന് സെമിനാറിൽ പങ്കെടുത്ത നിയമസഭാ ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന ബന്ധം സംബന്ധിച്ച സർക്കാരിയ കമ്മീഷന്റെ ശുപാർശകൾ കാറ്റിൽ പറത്തിയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K. വരദരാജനും പറഞ്ഞു. കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പറയുന്നതൊന്ന്, കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമാണെന്ന് സെമിനാറിൽ മോഡറേറ്ററായിരുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KN ഹരിലാലും പറഞ്ഞു. സെമിനാർ കമ്മിറ്റി ചെയർപേഴ്സൺ J. മേഴ്സിക്കുട്ടിയമ്മ സെമിനാറിൽ അധ്യക്ഷയായിരുന്നു. കൺവീനർ S. ജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.